ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിൻ്റെ രണ്ട് ഡയറക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പം ഏതൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാലും മാഗ്നറ്റിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. നോർത്ത് ഡയറക്ഷൻ ഉണ്ടാവും, സൗത്ത് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു നോർത്ത് പോളിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന നോർത്ത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരറ്റത്തെയാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നത്. സൗത്ത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരറ്റത്തെയാണ് നമ്മൾ സൗത്ത് പോൾ എന്ന് പറയുന്നത്. അപ്പം എ മാഗ്നറ്റ് ഹാസ് ടു പോൾസ്, ഒരു മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ടാകും. എ ബാർ മാഗ്നറ്റ് ഈസ് ടൈഡ് അറ്റ് ദി മിഡിൽ വിത്ത് എ ത്രെഡ് ആൻഡ് സസ്പെൻഡഡ് ഫ്രീലി വെൻ അലൗഡ് ടു കം ടു റെസ്റ്റ് ദി മാഗ്നറ്റ് പോയിന്റ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പം ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നടുക്കൊരു കയറ് കെട്ടിയിട്ട് അതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതെന്താവും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് അത് പോയിൻ്റ് ചെയ്ത് നിൽക്കുക. ഇറ്റ് ഡസ് നോട്ട് പോയിൻ്റ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, അതൊരിക്കലും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്ത് നിൽക്കില്ല എന്നാണ് പറയുന്നത്. ഈവൻ ഇഫ് ദി മാഗ്നറ്റ് ഈസ് ടേൺ ഇറ്റ് റിട്ടേൺ ടു ദി സെയിം നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇനി നിങ്ങളെന്ത് ചെയ്തു, ആ ഒരു മാഗ്നറ്റിനെ തിരിച്ചു വെച്ചു, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാലും അതെങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരും. ദിസ് പ്രോപ്പർട്ടി ഈസ് ഒബ്സർവ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ആൾസോ. ഈ പ്രോപ്പർട്ടി നമുക്ക് പല സ്ഥലത്ത്, വ്യത്യസ്തമായ സ്ഥലത്ത് നിന്ന് ചെയ്താലും ഈ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് മാഗ്നറ്റിക് പോൾസ്. എന്താണ് മാഗ്നറ്റിക് പോൾസ് എന്നാണ് പറയുന്നത്. ദി പോൾ ഓഫ് മാഗ്നറ്റ് ദാറ്റ് പോയിൻറ്റഡ് ടുവാർഡ്സ് എർത്ത് നോർത്ത് ഈസ് കോൾഡ് നോർത്ത് പോൾ. നമ്മുടെ ഭൂമിൻ്റെ നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോളിനെയാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നത്. ദി പോൾ ദാറ്റ് പോയിൻറ്റ്സ് ടുവാർഡ്സ് ദി എർത്ത് സൗത്ത് ഈസ് കോൾഡ് സൗത്ത് പോൾ. എർത്തിൻ്റെ സൗത്തിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോളിനെയാണ് സൗത്ത് പോൾ എന്ന് പറയുന്നത്. ദി നോർത്ത് പോൾ ഈസ് ഡിനോട്ടഡ് ബൈ എൻ. നോർത്ത് പോൾ എൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സൗത്ത് പോൾ ബൈ എസ്. സൗത്ത് പോളിനെ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ബാർ മാഗ്നറ്റ്, ദി നോർത്ത് പോൾ ഈസ് യൂഷ്വലി മാർക്ക്ഡ് വിത്ത് എ വൈറ്റ് സ്പോട്ട്. ഒരു ബാർ മാഗ്നറ്റിൽ നമ്മൾ നോർത്ത് പോൾ എന്ത് ചെയ്യും, ഒരു വൈറ്റ് സ്പോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യും. എവരി മാഗ്നറ്റ് ഹാസ് ടു പോൾസ്. എല്ലാ മാഗ്നറ്റിനും രണ്ട് പോൾസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം, നോർത്ത് പോളും സൗത്ത് പോളും. ഇനി സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ആണ് പറയുന്നത്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് അലൈൻ ഇറ്റ്സെൽഫ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദി സ്പെഷ്യൽ പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻസ്. ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് തൂക്കിയിട്ട ഒരു മാഗ്നറ്റ് എപ്പോഴും എങ്ങോട്ടേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കുള്ളൂ, നോർത്തിലേക്കും സൗത്തിലേക്കും മാത്രമേ പോയിൻ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടീനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം, ഡയറക്ഷൻ കണ്ടെത്താം. അപ്പം നിങ്ങൾക്കറിയാം, കോമ്പസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നോർത്ത് പോളും സൗത്ത് പോളും ഈസ്റ്റും വെസ്റ്റും ഒക്കെ കണ്ടെത്തലുണ്ട്. അപ്പോൾ ഈ കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു മാഗ്നറ്റാണ്. അടുത്തതാണ് മാഗ്നറ്റിക് കോമ്പസ്. എന്താണ് മാഗ്നറ്റിക് കോമ്പസ്? മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ. അതായത് ദിശകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ നോർത്ത് സൗത്ത് അലൈനിങ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, നോർത്ത് സൗത്ത് അലൈനിങ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ബേസിലാണ് ഈ ഒരു മാഗ്നറ്റ് വർക്ക് ചെയ്യുന്നത്. യൂസിങ് എ കോമ്പസ്, ഡയറക്ഷൻ ഓഫ് പ്ലേസസ് ലൈക്ക് ക്ലാസ് റൂം ഡോർ, സ്കൂൾ ഗേറ്റ്, കിച്ചൺ, ഓഫീസ് റൂം ക്യാൻ ബി ഫൗണ്ട്. അപ്പം ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്ലാസ് റൂമിൻ്റെ ഡോറ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഗേറ്റ്, കിച്ചൺ, ഓഫീസ് റൂം ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഇഫ് എ മാഗ്നറ്റ് ബ്രേക്ക്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിന് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. ഈ മാഗ്നറ്റ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? വെൻ എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ് ഈച്ച് പീസ് ബിക്കം എ സ്മോൾ മാഗ്നറ്റ്. ആ ഓരോ പീസും എന്തായിട്ട് മാറും, ചെറിയ മാഗ്നറ്റുകളായിട്ട് മാറും. ഈച്ച് ന്യൂ മാഗ്നറ്റ് ഹാസ് ബോത്ത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അപ്പോൾ ഓരോ പുതിയ മാഗ്നറ്റിനും എന്തുണ്ട്, നോർത്ത് പോളും ഉണ്ടാവും സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ട്, അതിനെ നിങ്ങൾ രണ്ടാക്കിയിട്ട് പൊട്ടിച്ചു. അപ്പം ഇപ്പം നിങ്ങളുടെ രണ്ട് കയ്യിലും ഓരോ മാഗ്നറ്റുകളുണ്ട്. ആ ഓരോ മാഗ്നറ്റിനും എന്തുണ്ടാവും, നോർത്ത് പോളും ഉണ്ടാവും സൗത്ത് പോളും ഉണ്ടാവും. മാഗ്നറ്റിക് പോൾ കനോട്ട് എക്സിസ്റ്റ് അലോൺ. അപ്പോൾ മാഗ്നറ്റിക് പോൾ ഒരു പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, ഉണ്ടെങ്കിൽ മാഗ്നറ്റിന് രണ്ട് പോളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് മേക്കിംഗ് എ മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് നീഡിൽ, മാഗ്നറ്റ്, ത്രെഡ്, കോർക്ക്, ഇതൊക്കെ. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്താ? ത്രെഡ് എ നീഡിൽ ഫോർ സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നീഡിൽ എന്ത് ചെയ്യുക, ഒരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക. റബ് ദി നീഡിൽ വിത്ത് ദി മാഗ്നറ്റ് അബൌട്ട് 50 ടൈംസ് ഇൻ വൺ ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ത്രെഡ് നീഡിലിൻ്റെ മേലെ കൂടെ ഒരേ ഡയറക്ഷനിലേക്ക് മാഗ്നറ്റ് വെച്ചിട്ട് 50 പ്രാവശ്യം ഇങ്ങനെ ഉരയ്ക്കുക. റിമൂവ് ദി ത്രെഡ്. ഉരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ത്രെഡ് റിമൂവ് ചെയ്യുക.
ഫിക്സ് ദി നീഡിൽ ഇൻ ടു എ സ്മോൾ കോർക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ കോർക്കിൽ ഒരു എന്ത് ഫിക്സ് ചെയ്യുക, ഈ ഒരു നീഡിൽ ഫിക്സ് ചെയ്യുക. പ്ലേസ് ദി കോർക്ക് ഇൻ എ ബൗൾ ഓഫ് വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ബൗള് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, കോർക്ക് ഇടുക. ദി നീഡിൽ പോയിൻ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഈവൻ വെൻ കോർക്ക് ഈസ് റൊട്ടേറ്റഡ്. കോർക്ക് ചിലപ്പോൾ ആ വെള്ളത്തിൽ കിടക്കില്ല, അപ്പോൾ കോർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നീഡിൽ ഏത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നീഡിൽ ബിക്കം മാഗ്നറ്റൈസ്ഡ്. ആ നീഡിൽ എന്തായിട്ടുണ്ട്, അതിന് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദീസ് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ കോമ്പസ് എന്നുള്ള ആ ഒരു ഡിവൈസ് നമുക്ക് എന്തിന് യൂസ് ചെയ്യാം, ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് റെസ്റ്റ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അത് നമ്മൾ ആദ്യം പറഞ്ഞു, ഫ്രീ ആയിട്ട് നമ്മൾ തൂക്കിയിട്ടൊരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് മാത്രമേ അത് പോയിൻ്റ് ചെയ്യുള്ളൂ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സസ്പെൻഡ് എ മാഗ്നറ്റ് ഫ്രീലി യൂസിങ് എ ത്രെഡ്. ഒരു നൂല് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റ് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് തൂക്കിയിടുക. പ്ലേസ് അനദർ ബാർ മാഗ്നറ്റ് ബിലോ ഇറ്റ് ഇൻ ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, വേറൊരു മാഗ്നറ്റ് എടുത്തിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വെക്കുക. ഈ മാഗ്നറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിട്ട് വേറൊരു മാഗ്നറ്റ് എടുത്തിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വെക്കുക. ദി സസ്പെൻഡഡ് മാഗ്നറ്റ് നൗ ടേൺസ് ദി പോയിൻ്റ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന മാഗ്നറ്റ് എന്ത് ചെയ്യും, അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കും. ഈവൻ ഇഫ് ഡിസ്റ്റർബ്ഡ് ഇറ്റ് റിട്ടേൺ ടു ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു മാഗ്നറ്റിൻ്റെ ആ ഒരു ദിശ മാറ്റി, ഡയറക്ഷൻ മാറ്റിയാലും അത് താഴെയുള്ള മാഗ്നറ്റ് നിൽക്കുന്ന ആ ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു താഴെയുള്ള മാഗ്നറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, വെൻ ദി മാഗ്നറ്റ് പ്ലേസ്ഡ് ബിലോ ഈസ് റിമൂവ്ഡ് ദി സസ്പെൻഡഡ് മാഗ്നറ്റ് അഗെയിൻ ടേൺസ് ആൻഡ് റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ആ തൂക്കിയിട്ട മാഗ്നറ്റ് എന്ത് ചെയ്യും, വീണ്ടും എങ്ങോട്ടേക്ക് തന്നെ തിരിയും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിയും. ദി ഷോസ് ദാറ്റ് ഇൻവിസിബിൾ മാഗ്നറ്റ് ഫോഴ്സ് ആക്ട് ഓൺ ദി മാഗ്നറ്റ്. ഇതെന്താണ് കാണിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ തൂക്കിയിട്ട മാഗ്നറ്റുമേൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ തൂക്കിയിട്ട മാഗ്നറ്റിൻ്റെ താഴെ വേറൊരു മാഗ്നറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ താഴെയുള്ള മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണ് അത് തിരിയുന്നത്. പക്ഷേ ആ താഴെയുള്ള മാഗ്നറ്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കും. അതിന് കാരണം എന്താണ്, നമ്മളെ എർത്ത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എർത്തിൻ്റെ ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ തൂക്കിയിട്ട ഈ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. മനസ്സിലായല്ലോ. ഇനി പറയാണ് ജിയോ മാഗ്നറ്റ്. എർത്ത് ആസ് എ മാഗ്നറ്റ്. ജിയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എർത്ത് ഒരു മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ദി എർത്ത് ബിഹേവ് ലൈക്ക് എ ജിയൻ മാഗ്നറ്റ്. നമ്മൾ എർത്ത് വലിയൊരു മാഗ്നറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദി എർത്ത് മാഗ്നറ്റ് ഈസ് കോൾഡ് ആസ് ജിയോ മാഗ്നറ്റ്. അപ്പം എർത്ത് എന്നുള്ള ഈ ഒരു മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ദി ജിയോ മാഗ്നറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ്. ജിയോ മാഗ്നറ്റിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദി പോൾ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പം എർത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, നോർത്ത് സൗത്ത് ആണ്. ദി ജോഗ്രഫിക്കൽ നോർത്ത് പോൾ ഓഫ് എർത്ത് ഈസ് ദി ആക്ച്വലി ദി സൗത്ത് പോൾ ഓഫ് ജിയോ മാഗ്നറ്റ്. അപ്പം നമ്മൾ ജോഗ്രഫിക്കലി നമ്മളിപ്പോൾ നോർത്ത് പോളാണെന്ന് പറയുന്ന ആ ഒരു ഭാഗമല്ലേ, അപ്പം നമ്മളൊരു ഭൂമി എടുക്കുന്ന സമയത്ത് ഭൂമീൻ്റെ നോർത്ത് പോൾ എന്താണ്, ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്. ദി ജോഗ്രഫിക്കൽ സൗത്ത് പോൾ ഓഫ് എർത്ത് ഈസ് ദി നോർത്ത് പോൾ ഓഫ് ജിയോ മാഗ്നറ്റ്. അപ്പോൾ നമ്മളുടെ ഭൂമീൻ്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ്. മനസ്സിലായോ. അപ്പം ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് നമ്മളെ ഭൂമീൻ്റെ നോർത്ത് പോളും ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് നമ്മളുടെ ഭൂമീൻ്റെ സൗത്ത് പോളുമാണ്. മനസ്സിലായില്ലേ, അത് തമ്മിൽ ഓപ്പോസിറ്റാണ് പോളുള്ളത്. ഈ അടുത്തത് ബിക്കോസ് ഓഫ് ദീസ് ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിൻ്റ് നോർത്ത് സൗത്ത്. ഇത് കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എന്ത് ചെയ്യും, എപ്പോഴും നോർത്ത് സൗത്തിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
നമ്മൾ പറഞ്ഞു നമ്മളുടെ ഭൂമീൻ്റെ നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്, ഭൂമീൻ്റെ സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ് അട്രാക്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. ഇനി നമ്മളൊരു മാഗ്നറ്റ് തൂക്കിയിടുന്ന സമയത്ത് അതെങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുക? നമ്മളുടെ ഭൂമീൻ്റെ നോർത്ത് പോളിലേക്കാണ് പോയിൻ്റ് ചെയ്യുക, അല്ലാതെ ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലേക്കല്ല. ഭൂമീൻ്റെ നോർത്ത് പോളിലേക്കാണ്, നോർത്ത് സൗത്ത് പോളിലേക്കാണ് അത് അലൈൻ ചെയ്യുക. മനസ്സിലായല്ലോ? നോർത്ത് പോളിലാണ് നമ്മളുടെ തൂക്കിയിട്ട ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഭൂമീൻ്റെ സൗത്ത് പോളിലേക്കാണ് നമ്മൾ തൂക്കിയിട്ട ആ ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, വെൻ മാഗ്നറ്റ് കം ക്ലോസർ, മാഗ്നറ്റ് അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. മാഗ്നറ്റ് ക്യാൻ അട്രാക്റ്റ് ഓർ റിപ്പൽ ഈച്ച് അതർ. മാഗ്നറ്റ് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരുമിച്ച് നിൽക്കും, അല്ലെങ്കിൽ അവർ തെറ്റിപ്പിരിയും. അപ്പോൾ ഇതിന് പറ്റിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. ടേക്ക് 2 ബാർ മാഗ്നറ്റ് വിത്ത് ദെയർ പോൾസ് മാർക്ക്ഡ്. നമ്മൾ എന്ത് ചെയ്യുക? 2 ബാർ മാഗ്നറ്റ് എടുക്കുക, അതിൻ്റെ പോൾ മാർക്ക് ചെയ്യുക, പ്ലസ് 1 മാഗ്നറ്റ് ഓൺ ടേബിൾ. ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യുക? ടേബിളിൽ വെക്കുക. ബ്രിങ് ഡിഫറെൻറ്റ് പോൾ ഓഫ് ദി അതർ മാഗ്നറ്റ് ക്ലോസ് ടു ഇറ്റ്. മറ്റേ മാഗ്നറ്റിൻ്റെ ഓപ്പോസിറ്റ് പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ലൈക്ക് പോള്, അതായത് നോർത്തും അതുപോലെ തന്നെ സൗത്ത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അതായത് അത് ഒട്ടിപ്പിടിക്കൂല. അൺലൈക്ക് പോൾ എന്ത് ചെയ്യും? നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്യും. അപ്പം അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ആർ സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദി പോൾസ്. അപ്പം അട്രാക്ഷൻ ആണെങ്കിലും റിപ്പൾഷൻ ആണെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് എവിടെയാണ്? അതിൻ്റെ മിഡിൽ പോർഷനിലല്ല, എവിടെയാണ്? അതിൻ്റെ പോളിലാണ്, ഇതിൻ്റെ 2 അറ്റത്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ നോക്കാം. എക്സാമിന് ഈ ഒരു ടേബിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. പോൾസ് കമ്മിങ് ക്ലോസറും അതിൻ്റെ ഒബ്സർവേഷനുമാണ്. നോർത്തും അടുത്ത് വന്നാൽ റിപ്പൾഷനാണ്, സൗത്തും അടുത്ത് വന്നാൽ റിപ്പൾഷനാണ്, നോർത്തും സൗത്തും അടുത്ത് വന്നാൽ അട്രാക്ഷനാണ്, സൗത്തും അടുത്ത് വന്നാലും അട്രാക്ഷനാണ്. അടുത്തതാണ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ദി സെയിം പോൾ ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കോൾഡ് ലൈക്ക് പോൾസ്. അതായത് 2 മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെയിം പോളിനെയാണ് നമ്മൾ ലൈക്ക് പോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മാഗ്നറ്റ് എടുത്തു, അപ്പോൾ അതിൻ്റെ നോർത്ത് പോളും ഒരു മാഗ്നറ്റ് 1ൻ്റെ നോർത്ത് പോളും മാഗ്നറ്റ് 2ൻ്റെ നോർത്ത് പോളും എന്താണ്? ലൈക്ക് പോൾസ് ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റ് 1ൻ്റെ സൗത്ത് പോളും മാഗ്നറ്റ് 2ൻ്റെ സൗത്ത് പോളും എന്താണ്? ലൈക്ക് പോൾസ് ആണ്. ദി ഡിഫറെൻറ്റ് പോൾ ഓഫ് മാഗ്നറ്റ് ആർ കോൾഡ് അൺലൈക്ക് പോൾസ്. ഇനി 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും മറ്റേ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും എടുക്കുകയാണെങ്കിൽ അതെന്താണ്? അൺലൈക്കാണ്. ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ ഒരേ പോൾ, ഇപ്പോൾ നോർത്തും ആണ് ലൈക്ക്, അപ്പം നോർത്തും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ സൗത്തും റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ഈച്ച് അതർ. അപ്പോൾ നോർത്തും സൗത്തും അതുപോലെ തന്നെ സൗത്തും നോർത്തും ആണെങ്കിൽ അത് അൺലൈക്ക് പോൾസ് ആണ്, അതെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. വെൻ മാഗ്നറ്റ് ആർ പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ, അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഡിപ്പെൻഡ് ഓൺ വിച്ച് പോൾ ഫേസ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് അടുത്ത് വെക്കുന്ന സമയത്ത് അട്രാക്ഷനും റിപ്പൾഷനും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? ഏത് ഫേസാണ് അതിലേക്ക് പോയിൻ്റ് ചെയ്തത് എന്നുള്ളതിന് ബേസ് ചെയ്തുകൊണ്ടാണ്. റിപ്പൾഷൻ ആൻഡ് അട്രാക്ഷൻ ആർ സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദി പോൾ ഓഫ് ദി മാഗ്നറ്റ്. ഇനി റിപ്പൾഷൻ ആണെങ്കിലും അട്രാക്ഷൻ ആണെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടാവുക എവിടെയാണ്? അതിൻ്റെ പോൾസിലാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ ജനറൽ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഫ്രം എക്സ്പെരിമെൻറ്റ് ദി ഫോളോയിങ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ആർ ഒബ്സർവ്ഡ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജനറൽ പ്രോപ്പർട്ടി കിട്ടും മാഗ്നറ്റിൻ്റെ. എന്തൊക്കെയാണ്? എ മാഗ്നറ്റ് അട്രാക്റ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യും? മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്റ്റ് ചെയ്യും. എ മാഗ്നറ്റ് ഹാസ് 2 പോള്. ഒരു മാഗ്നറ്റിന് 2 പോൾ ഉണ്ടാവും. ആ പോൾ ഏതൊക്കെയാണ്? നോർത്തും സൗത്തും. ലൈക്ക് പോൾ റിപ്പൽ ഈച്ച് അതർ. ഒരേപോലെയുള്ള പോൾസ്, അതായത് നോർത്തും അല്ലെങ്കിൽ സൗത്തും ആണെങ്കിൽ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾ അട്രാക്റ്റ് ഈച്ച് അതർ. ഒരേപോലെ അല്ലാത്ത പോൾസ് പരസ്പരം അട്രാക്റ്റ് ചെയ്യും. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിന്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നമ്മൾ ഫ്രീ ആയിട്ടൊരു മാഗ്നറ്റിനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫോഴ്സ് ഈ സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദി പോള്. മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പോൾസിലാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ്. മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ കിട്ടും? അത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ടില്ലെങ്കിലും മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തത്
അടുത്തതാണ് ഹിസ്റ്ററി ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റ് കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. 2200 വർഷങ്ങൾക്ക് മുമ്പ് ഇൻ എ പ്ലേസ് കോൾഡ് മാഗ്നീഷ്യ, ഒരു മാഗ്നീഷ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എ ഷെപ്പേർഡ് നെയ്മഡ് മാഗ്നസ് ലിവ്ഡ്, ഒരു ഇടയനായിട്ടുള്ള ഒരു മാഗ്നസ് എന്ന് പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഹീസ് അയൺ ടിപ്പ്ഡ് സ്റ്റാഫ് സ്റ്റക്ക് ടു എ റോക്ക്, ഒരു കല്ല് അയേൺ നുറുക്കുന്ന സ്റ്റാഫ് എന്ത് ചെയ്തു, ഒരു റോക്കിൻ്റെ അടുത്തെത്തിയപ്പം അവിടെ നിന്നുപോയി. ദി അയൺ നെയിൽസ് ഇൻ ഹിസ് ബൂട്ട്സ് ആൾസോ സ്റ്റക്ക് ടു ദി സെയിം റോക്ക്, അദ്ദേഹം ഇട്ടിരുന്ന അയേണിൻ്റെ നെയിൽസ് ഉള്ള ബൂട്ടും അവിടെ സ്റ്റക്കായിപ്പോയി. സം പീപ്പിൾ ഫസ്റ്റ് തോട്ട് ദി റോക്ക് ഹാഡ് മാജിക്കൽ പവർ, അന്ന് ജനങ്ങൾ ആദ്യം എന്ത് ചിന്തിച്ചു, ആ ഒരു റോക്കിന് എന്തോ മാജിക്കൽ പവർ ഉണ്ട് എന്ന് ചിന്തിച്ചു. ലേറ്റർ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദാറ്റ് ദി റോക്ക് ഹാഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പിന്നെയാണ് സയൻറ്റിസ്റ്റുമാർ എന്ത് കണ്ടെത്തുന്നത്, ഈ റോക്കിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ദിസ് റോക്ക് കുഡ് അട്രാക്റ്റ് അയൺ ആൻഡ് അതർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഈ റോക്കിന് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിനെയോ അതുപോലെ തന്നെ മറ്റ് സബ്സ്റ്റൻസുകൾ, അയൺ സബ്സ്റ്റൻസുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അയേണിനെ അതുപോലെ തന്നെ മറ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ മെമ്മറി ഓഫ് ഷെപ്പേർഡ് മാഗ്നസ് സച്ച് റോക്ക് വേർ കോൾഡ് മാഗ്നറ്റ്സ്. അപ്പം ഈ മാഗ്നസ് എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു ഓർമ്മക്കായിട്ട് ഇങ്ങനത്തെ റോക്കുകളെ എന്ത് പേരിട്ടു, മാഗ്നറ്റ്സ് എന്നുള്ള പേരിട്ടു. അടുത്തത് ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നാച്ചുറൽ മാഗ്നറ്റ് ആണ്. റോക്ക് വിത്ത് നാച്ചുറൽ മാഗ്നറ്റിക് പവർ ആർ കോൾഡ് ലോഡ് സ്റ്റോൺ. അപ്പം നേച്ചുറലായിട്ട് മാഗ്നറ്റിക് പവറുള്ള ആ ഒരു കല്ലുകളെയാണ് എന്ത് പറയുന്നത്, ലോഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ലോഡ് സ്റ്റോൺസ് ആർ നാച്ചുറൽ മാഗ്നറ്റ്, ലോഡ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാച്ചുറൽ മാഗ്നറ്റ് ആണ്. മൗണ്ടെയിൻ കണ്ടെയ്നിങ് ലോഡ് സ്റ്റോൺ ആർ ഫൗണ്ട് ഇൻ മെനി പാർട്ട് ഓഫ് ദി എർത്ത്. അപ്പം ലോഡ് സ്റ്റോൺ അടങ്ങിയിട്ടുള്ള മൗണ്ടെയിന് കുറേ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് പെർമനൻ്റ് മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നേക്കുമായിട്ട് പെർമനൻ്റ് ആയിട്ട് എന്നും മാഗ്നറ്റായി നിൽക്കുന്നതുണ്ട്, താൽക്കാലികമായിട്ട് മാഗ്നറ്റായി നിൽക്കുന്നതുണ്ട്, അതിനെയാണ് ടെമ്പററി എന്ന് പറയുന്നത്. വെൻ എ ജെം ക്ലിപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ മാഗ്നറ്റ് അനദർ ജെം ക്ലിപ്പ് സ്റ്റിക്ക് ഇൻ ടു ഇറ്റ്. ഒരു ജെം ക്ലിപ്പ് എടുത്തിട്ട് ഒരു മാഗ്നറ്റുമായിട്ട് അറ്റാച്ച് ചെയ്താൽ ആ ജെം ക്ലിപ്പുമ്മേൽ വന്നിട്ട് വേറൊരു ജെം ക്ലിപ്പ് സ്റ്റിക്ക് ചെയ്യും. ദിസ് ഹാപ്പൻ ബിക്കോസ് ദി സെക്കൻഡ് ജെം ക്ലിപ്പ് അക്വയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. കാരണം എന്താണ്, അവിടെയുള്ള രണ്ടാമത്തെ ജെം ക്ലിപ്പ് മാഗ്നറ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി നേടിയെടുത്തതാണ്, അല്ലാതെ അതൊരു മാഗ്നറ്റ് അല്ല, അത് മാഗ്നറ്റിൻ്റെ സ്വഭാവം നേടിയെടുത്തതാണ്. ദി ജെം ക്ലിപ്പ് ബിക്കം മാഗ്നറ്റിക് ഡ്യൂ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി മാഗ്നറ്റ്. ഈ ജെം ക്ലിപ്പ് എന്ത് കാരണമാണ് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, ആ ഒരു യഥാർത്ഥ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ്. വെൻ ബാർ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്, ഇനി എന്ത് ചെയ്തു, നമ്മൾ ആ ജെം ക്ലിപ്പിൽ നിന്ന് മാഗ്നറ്റ് അങ്ങോട്ട് റിമൂവ് ചെയ്തു. ദി ജെം ക്ലിപ്പ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ആ ജെം ക്ലിപ്പിന് എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവും. ഹെൻസ് ജെം ക്ലിപ്പ് നെയിൽ ആൻഡ് പിൻസ് ആക്ട് ആസ് ടെമ്പററി മാഗ്നറ്റ്. അതുകൊണ്ട് തന്നെ ജെം ക്ലിപ്പ്, പിന്ന്, നെയിൽസൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, താൽക്കാലികമായിട്ടുള്ള മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ടെമ്പററി മാഗ്നറ്റ്സ് എന്താണെന്നാണ് പറയുന്നത്. മാഗ്നറ്റ് മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റിക് വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നറ്റ് അല്ല, അത് യഥാർത്ഥത്തിൽ മാഗ്നറ്റ് അല്ല, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ മാഗ്നറ്റിൻ്റെ സ്വഭാവം കാണിക്കും. അതാണെന്ത്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് മാഗ്നറ്റിൻ്റെ സ്വഭാവം കാണിക്കും. ഇനി ആ മാഗ്നറ്റ് എടുത്ത് ഒഴിവാക്കിയാലോ ആ സ്വഭാവം ഉണ്ടാവില്ല. ദേ ലോസ് മാഗ്നറ്റിസം വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് റിമൂവ് ചെയ്താൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുകയില്ല. അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ജെം ക്ലിപ്പ്, നെയില്, പിന്ന്, അതൊക്കെ. ഇനി അടുത്തത് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനൻറ്റ് മാഗ്നറ്റ് റീറ്റെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫോർ എ ലോങ് ടൈം. പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് സ്വഭാവം കുറേ വർഷങ്ങളോളം നിലനിൽക്കും. ദേ ഡു നോട്ട് ലോസ് മാഗ്നറ്റിസം ഈസിലി. അതെന്ത് ചെയ്യൂല, അതിന് പെട്ടെന്നൊന്നും അങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവില്ല. എക്സാമ്പിളാണ് ലോഡ് സ്റ്റോണ്, അതായത് നാച്ചുറൽ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, ഹോഴ്സ്ഷൂ മാഗ്നറ്റ്. അടുത്തത് പറയാണ് ലോഡ് സ്റ്റോൺ ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആർ പെർമനൻറ്റ് മാഗ്നറ്റ്. ലോഡ് സ്റ്റോണും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന മാഗ്നറ്റും ഒക്കെ എന്താണ്, പെർമനൻറ്റ് മാഗ്നറ്റ് ആണ് എന്നാണ് പറയുന്നത്. അടുത്തത് ടെസ്റ്റിംഗ് ദി മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ, അതായത് മാഗ്നറ്റിന് എത്രത്തോളം മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാണ്. എന്താണ് അതിൻ്റെ എയിം, കമ്പയർ ദി സ്ട്രെങ്ത് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ്. എയിം എന്താണ്,
കമ്പയർ ദി സ്ട്രെങ്ത് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടിൽ, സാൻഡ്, PVC പൈപ്പ്, എൽബോ പൈപ്പ്, ബ്ലേഡ്, ത്രെഡ്, സ്കെയില്, ഡബിൾ സൈഡഡ് ടേപ്പൊക്കെയാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ. ഇനി അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഫിൽ ദി സാൻഡ് ഇൻ ബോട്ടിൽ ആൻഡ് ഫിക്സ് ദി ലോങ് PVC പൈപ്പ്. സാൻഡ് എടുത്തിട്ട് ബോട്ടിൽ നിറക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, വലിയ നീളമേറിയിട്ടുള്ള PVC പൈപ്പ് ഫിറ്റ് ചെയ്യുക. അറ്റാച്ച് ദി ഷോർട്ട് PVC പൈപ്പ് യൂസിങ് ദി എൽബോ പൈപ്പ്. അപ്പോൾ എൽബോ പൈപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഷോർട്ട് PVC പൈപ്പ് അതിൽ അറ്റാച്ച് ചെയ്യുക. ഫിക്സ് എ സ്കെയിൽ നിയർ ദി ബോട്ടിലിൻ്റെ അടുത്ത് ഒരു സ്കെയിൽ ഫിക്സ് ചെയ്യുക. സസ്പെൻഡ് എ ബ്ലേഡ് യൂസിങ് എ ത്രെഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലേഡ് അതിൽ തൂക്കിയിടുക. സ്ലോലി മൂവ് എ മാഗ്നറ്റ് ടുവാർഡ്സ് ദി ബ്ലേഡ് അലോങ് ദി സ്കെയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ബ്ലേഡിലൂടെ, അതായത് സ്കെയിലിലൂടെ അങ്ങനെ ആ ബ്ലേഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. നോട്ട് ദി ഡിസ്റ്റൻറ്റ് അറ്റ് വിച്ച് ബ്ലേഡ് ഈസ് അട്രാക്റ്റഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബ്ലേഡ് എത്ര ഡിസ്റ്റൻറ്റിലാണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്യുക. റിപ്പീറ്റ് വിത്ത് ഡിഫറെൻറ്റ് മാഗ്നറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. മാഗ്നറ്റ് 1 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ അകലെയാണ് അട്രാക്റ്റ് ചെയ്തത്, മാഗ്നറ്റ് 2 എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നൊക്കെ എഴുതാനാണ് പറയുന്നത്. ഇതിൻ്റെ കൺക്ലൂഷൻ എന്താ, മാഗ്നറ്റ് ഡിഫർ ഇൻ ദെയർ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഓരോ ടൈപ്പ് മാഗ്നറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സിൽ ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. എല്ലാ മാഗ്നറ്റിനും സെയിം മാഗ്നറ്റിക് ഫോഴ്സ് അല്ല എന്നാണ് പറയുന്നത്. ദി മാഗ്നറ്റ് ദാറ്റ് അട്രാക്ട് ദി ബ്ലേഡ് ഫ്രം ദി ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻറ്റ് ഹാസ് ഹയസ്റ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത്. അപ്പം മാഗ്നറ്റ് വിത്ത് ഹയസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള മാഗ്നറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിഫറെൻറ്റ് മാഗ്നറ്റ് ഹാവ് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ടെസ്റ്റഡ് യൂസിങ് സ്കെയിൽ റീഡിങ് യൂസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് നമ്മൾ ഫോഴ്സ് നോക്കേണ്ടത്. മാഗ്നറ്റ് ദാറ്റ് അട്രാക്ട് ദി ബ്ലേഡ് ഫ്രം ദി മാക്സിമം ഡിസ്റ്റൻസ് ഹാസ് ഹയസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പം ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ, ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ മാഗ്നറ്റിന് ബ്ലേഡിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏറ്റവും ദൂരെ നിന്നിട്ട് ബ്ലേഡിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഹയസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് പറയാണ് ഡോൺ വീക്കൻ മീ. അതായത് മാഗ്നറ്റ് പറയാണ് എൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ കളയരുത് എന്നാണ് പറയുന്നത്. അതെന്താണ്, മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ഡിക്രീസ് വിത്ത് ടൈം ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺ. അപ്പം മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം സമയത്തിനനുസരിച്ചിട്ട്. എങ്ങനെയൊക്കെയെന്നാണ് പറയുന്നത്. വെൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് ഡിസ്റ്റർബ് ദി മാഗ്നറ്റിക് ഡൊമൈൻ. ഹീറ്റിംഗ് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫോഴ്സിനെ കുറക്കും. വെൻ ഹിറ്റ് ആഡ് വിത്ത് എ ഹാമർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കുറയും, മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയും. അടുത്തത് വെൻ ഡംബിഡ് ടുഗദർ കെയർലെസ്. നമ്മൾ കെയർലെസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറേ മാഗ്നറ്റ് ഒരുമിച്ച് അങ്ങോട്ട് ഇടുന്ന സമയത്ത് മാഗ്നറ്റ് വീക്കാവും. വെൻ ത്രോൺ ഓർ ഡ്രോപ്പ്ഡ്, എന്ത് ചെയ്യുക, എറിയുക അല്ലെങ്കിൽ താഴേക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, സഡൻ ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് മാഗ്നറ്റിക് ഫോഴ്സ് കുറക്കും, മാഗ്നറ്റ് വീക്കാവും. ഇനി അടുത്തത് ടു റീറ്റെയിൻ മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിൻ്റെ ഫോഴ്സ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇഫ് മാഗ്നറ്റ് ആർ സ്റ്റോർഡ് കെയർലെസ്ലി ദേ ലൂസ് മാഗ്നറ്റിക് ഫോഴ്സ് ക്വിക്ക്ലി. കെയർലെസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്താൽ അതിൻ്റെ ഫോഴ്സ് വേഗം നശിച്ചു പോകും. പ്രോപ്പർ സ്റ്റോറേജ് ഹെൽപ്പ് ഇൻ റീറ്റെയിനിങ് മാഗ്നറ്റിസം ഫോർ എ ലോങ് ടൈം. അപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറേ കാലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. അടുത്തത് സ്റ്റോറേജ് ഓഫ് ബാർ മാഗ്നറ്റ്. എങ്ങനെയാണ് ബാർ മാഗ്നറ്റിനെ സ്റ്റോർ ചെയ്യാന്നാണ് പറയുന്നത്. ബാർ മാഗ്നറ്റ് ആർ സ്റ്റോർഡ് ഇൻ പെയർസ്. ബാർ മാഗ്നറ്റ് പെയറായിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ദേ ആർ പ്ലേസ്ഡ് വിത്ത് അൺലൈക്ക് പോൾ ഓൺ സെയിം സൈഡ്. അൺലൈക്ക് പോളിൽ സെയിം സൈഡ് ആക്കിയിട്ട് വെക്കണം. എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ലൈക്ക് വുഡ് ഓർ കാർബോർഡ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി ടു മാഗ്നറ്റ്. രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ എന്ത് വെക്കണം, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള വുഡോ കാർബോർഡോ വെക്കണം. മാഗ്നറ്റിക് സ്റ്റോപ്പ് അയേൺ പീസസ്. അതായത് മാഗ്നറ്റിക് സ്റ്റോപ്പേഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ് അയേൺ പീസസ് പ്ലേസ്ഡ് ഇൻ ദി എൻഡ് ഓഫ് ദി മാഗ്നറ്റിൻ്റെ എൻഡിൽ മാഗ്നറ്റിക് സ്റ്റോപ്പേഴ്സ് വെക്കണം. ദീസ് അറേഞ്ച്മെൻറ്റ് പ്രിവെൻറ്റ് ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇതെന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫോഴ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് തടയും. അതാണ് സ്റ്റോറേജ് ഓഫ് യു മാഗ്നറ്റ്. യു ഷേപ്പുള്ള മാഗ്നറ്റ്, അതായത് ഹോഴ്സ് ഷൂ മാഗ്നറ്റിനെ എങ്ങനെ സ്റ്റോർ ചെയ്യാം. യു മാഗ്നറ്റ് ആർ സ്റ്റോർഡ് വിത്ത് എ സോഫ്റ്റ് അയേൺ കീപ്പർ അക്രോസ് ദി ടു പോൾസ്. രണ്ട് പോൾസിലായിട്ട് എന്ത് വെക്കുക, സോഫ്റ്റ് അയേൺ കീപ്പർ വെക്കുക. ദി കീപ്പർ ആൾസോ മെയിൻറ്റെയിൻ മാഗ്നറ്റിക് സ്ട്രെങ്ത്. ഈ കീപ്പർ എന്ത് ചെയ്യും, മാഗ്നറ്റിക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് സ്റ്റോറേജ് ഓഫ് അതർ മാഗ്നറ്റ്. മറ്റ് മാഗ്നറ്റുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം. റിംഗ് ആൻഡ് ഡിസ്ക് മാഗ്നറ്റ് ആർ സ്റ്റോർഡ് വിത്ത് കീപ്പേഴ്സ്. ഈ റിംഗ് മാഗ്നറ്റും ഡിസ്ക് മാഗ്നറ്റും ഒക്കെ കീപ്പർ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. മാഗ്നറ്റ് ഷുഡ് ബി കെപ്റ്റ് അവേ ഫ്രം ഹീറ്റ്. മാഗ്നറ്റ് ചൂടുന്ന്
മാറ്റി നിർത്തണം. നോട്ട് ഡ്രോപ്പ്ഡ് ഓർ ഹാംഡ്, അത് താഴെ ഇടുകയോ അത് എന്തെങ്കിലും പരിക്കേൽക്കുന്ന വിധത്തിലാക്കുകയോ ചെയ്യരുത്. ഡോണ്ട് ഡംപ്ഡ് ടുഗദർ കെയർലെസ്ലി, അതെന്ത് ചെയ്യരുത്, ഒരുമിച്ച് കെയർലെസ് ആയിട്ട് ഒരുമിച്ച് എല്ലാം കുന്നൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇടരുത്. പ്രോപ്പർ സ്റ്റോറേജ് ഹെൽപ്പ് മാഗ്നറ്റ് ലാസ്റ്റ് ലോങ്ങർ, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്താൽ മാഗ്നറ്റ് കുറേ കാലം കിട്ടും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ക്യാൻ വി മേക്ക് എ മാഗ്നറ്റ് യൂസിങ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, എ മാഗ്നറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് 9 വോൾട്ട് ബാറ്ററി ആൻഡ് കണക്ടർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയൺ നെയിൽ, പിന്ന്. ഇതെന്താ ചെയ്യേണ്ടത്? വിൻഡ് ദി ഇൻസുലേറ്റഡ് കോപ്പർ വയർ എറൗണ്ട് ദി അയൺ നെയിൽ, അതായത് ആണി എടുത്തിട്ട് അതിന് ചുറ്റും എന്ത് ചെയ്യുക, കോപ്പർ വയർ ചുറ്റുക. റിമൂവ് ഇൻസുലേഷൻ ഫ്രം ബോത്ത് വയർ എൻഡ്, 2 എൻഡിലുള്ള ഇൻസുലേഷൻ ഒഴിവാക്കുക, ബാക്കി എല്ലാ ഭാഗത്തും ചുറ്റുക. കണക്ട് ദി വയർ എൻഡ് ടു ദി ബാറ്ററി, എന്നിട്ട് എന്ത് ചെയ്യുക, ആ വയറിൻ്റെ അറ്റം ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ബ്രിങ് ദി നെയിൽ നിയർ പിൻസ്, എന്നിട്ട് എന്ത് ചെയ്യുക, ആ നെയിലിൽ പിന്നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. പിൻ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദി നെയിൽ, പിന്നെന്ത് ചെയ്യും, നെയിലിലേക്ക് അട്രാക്റ്റ് ആവും. ആൻഡ് ദി ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ്, ദി പിൻ ഫാൾ ഓഫ്, ഇനി നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, പിന്ന് താഴേക്ക് വീണു പോകും. എന്താണ് ഇതിൻ്റെ കൺക്ലൂഷൻ? ദി നെയിൽ ബിക്കം എ മാഗ്നറ്റ് ഓൺലി വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ, ഈ നെയിൽ എപ്പോഴാണ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്താണ്. ദിസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ് ഹാവ് ടെമ്പററി മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇലക്ട്രോ മാഗ്നറ്റിന് താൽക്കാലികമായിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കാണിക്കുള്ളൂ. അടുത്തത് മാഗ്നറ്റ് ഇൻ ഡെയിലി ലൈഫ്. മാഗ്നറ്റ് ആർ യൂസ്ഡ് ഇൻ ലൗഡ് സ്പീക്കേഴ്സ്, ഇലക്ട്രിക് ബെൽസ്, മോട്ടോർ ആൻഡ് ജനറേറ്റേഴ്സ്, റെഫ്രിജറേറ്റർ ഡോർസ്, പെൻസിൽ ബോക്സസ്, ബാഗ്സ്, മൊബൈൽ ഫോൺ കവേഴ്സ് എക്സെട്ര. ഇവിടെയൊക്കെ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻവെൻഷൻസ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ലൈഫ് യൂസിങ് മാഗ്നറ്റ്. അപ്പം നമ്മളുടെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീന്, മാഗ്നറ്റിക് സ്ട്രിപ്സ് ഇൻ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലൊക്കെ ഉള്ള മാഗ്നറ്റിക് സ്ട്രിപ്സ്. അടുത്തത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ, ട്രെയിനൊക്കെ എന്താണ്, മാഗ്നറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.